ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് മൊഡ്യൂൾ 37 ആണ്. ഗെറ്റ് മീ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഓക്കെ, ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നാണ് അർത്ഥം വരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, ഇംഗ്ലീഷിൽ എല്ലാ വേർഡുകൾക്കും, ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകൾക്കും ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഗെറ്റ് മീ എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഗെറ്റ് മീയുടെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് തരൂ എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അധികം പൊളൈറ്റായിട്ട് വളരെ ഭവ്യതയോടുകൂടി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഒന്നുമല്ല. ഇത് നമ്മൾ കാഷ്വലി, വളരെ കാഷ്വലായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ് ഗെറ്റ് മീ എന്ന് പറയുന്നത്. അർത്ഥം എനിക്ക് തരൂ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഗെറ്റ് മീ എ പെൻ, അർത്ഥം എന്താണ്? എനിക്ക് ഒരു പേന തരൂ. ഇവിടെ നിങ്ങൾക്ക് ക്യാൻ ഐ ഹാവ് വെച്ചിട്ട് ചോദിക്കാം. ക്യാൻ ഐ ഹാവ് വെച്ച് ചോദിക്കുന്ന സമയത്ത് ക്യാൻ ഐ ഹാവ് എ പെൻ പ്ലീസ്, വിച്ച് മീൻസ് അത് കുറച്ചുകൂടി നമ്മൾ പൊളൈറ്റായിട്ട് നല്ല രീതിയിൽ വളരെ റെസ്പെക്റ്റോട് കൂടി ചോദിക്കുന്നതാണ് നമ്മൾ ക്യാൻ ഐ ഹാവ് എ പെൻ പ്ലീസ്, എനിക്ക് ദയവായിട്ടൊരു പേന തരുമോ. പക്ഷേ ഇവിടെ നമ്മൾ അധികം പൊളൈറ്റ്നെസ്സോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പെന്ന് മറന്നു പോവും, കൊണ്ടുപോകില്ല സ്കൂളിലോട്ട്, പെന്ന് മറന്നു പോവും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കും, എടാ ഒരു പേന തരുമോ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു യൂസേജ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഗെറ്റ് മീ എ പെൻ. ഓക്കെ, വേണമെങ്കിൽ ഒരു പ്ലീസ് ആഡ് ചെയ്യാം. ഗെറ്റ് മീ എ പെൻ പ്ലീസ്. ഓക്കെ, ഗെറ്റ് മീ എ ബുക്ക്, എനിക്ക് ഒരു ബുക്ക് തരൂ. ഗെറ്റ് മീ എ ബുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ എന്ത് വേണമെങ്കിലും ഒരു കാര്യം ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു യൂസേജ് വെച്ച് പറയാൻ പറ്റും. എനിക്കൊരു പെൻസിൽ തരൂ. ഗെറ്റ് മീ എ പെൻസിൽ. എനിക്ക് നിൻ്റെ ആ ഒരു പെറ്റിനെ നോക്കി, നല്ല ക്യൂട്ടായിട്ടുള്ള പെറ്റ് ഉണ്ടല്ലോ, അതിനെനിക്ക് തരൂ എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഗെറ്റ് മീ യുവർ പെറ്റ്. ഗെറ്റ് മീ യുവർ പെറ്റ്. ഓക്കെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ. ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ് എന്ന് പറഞ്ഞാൽ വളരെ വിനയമായിട്ട് വിനയത്തോടു കൂടി പറയുന്നതാണ് ക്യാൻ ഐ ഹാവ്. പക്ഷേ ഇവിടെ നമ്മൾ അധികം വിനയമൊന്നും കാണിക്കുന്നില്ല. ഗെറ്റ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്കൊരു വെള്ളം തന്നെ, കുറച്ച് വെള്ളം തന്നെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഇത്തരത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കൊരു ചെയർ തരൂ. ഗെറ്റ് മീ എ ചെയർ. എനിക്കൊരു ചെയർ തരൂ. പൊളൈറ്റ്നെസ് അധികമില്ല. ഇത്തിരിയും കൂടിയും പൊളൈറ്റ്നെസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് മീ എ ചെയർ പ്ലീസ് എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എനിക്കൊരു വാച്ച് തരൂ. ഗെറ്റ് മീ എ വാച്ച്. എനിക്കൊരു വാച്ച് തരൂ. ഗെറ്റ് മീ എ വാച്ച്. ഗെറ്റ് മീ എ വാച്ച്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഗെറ്റ് മീ സം ഫുഡ്, എനിക്ക് കുറച്ച് ഭക്ഷണം തരൂ. ഗെറ്റ് മീ സം ഫുഡ്, എനിക്ക് കുറച്ച് ഭക്ഷണം തരൂ. നിങ്ങൾ ഉച്ചയ്ക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് അമ്മനോട് പറയാം, അമ്മ ഗെറ്റ് മീ സം ഫുഡ്, എനിക്ക് വെള്ളം തരും എന്നുള്ള ഗെറ്റ് മീ സം വാട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഭക്ഷണം തരും എന്നാണെങ്കിൽ ഗെറ്റ് മീ സം ഫുഡ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ. ഗെറ്റ് മീ റൂളർ. റൂളർ നമ്മൾ സ്കെയിൽ എന്ന് പറയും. സാധാരണ ശരിക്കും പറയുക അതിന് റൂളർ എന്നാണ് പറയുക. സ്കെയിൽ പറയുന്നുണ്ട്, തെറ്റൊന്നുമല്ല. സ്കെയിലിന് അതുപോലെ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. ചിതമ്പൽ, മീനിൻ്റെ ചെതുമ്പലില്ലേ, പുറത്ത് നമ്മൾ കളയുന്ന ആ സംഭവത്തിന് നമ്മൾ സ്കെയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗെറ്റ് മീ എ റൂളർ എന്ന് പറയാം. എനിക്കൊരു സ്കെയിൽ തരൂ. ഗെറ്റ് മീ എ റൂളർ. ഗെറ്റ് മീ എ ചാർട്ട് പേപ്പർ, എനിക്കൊരു ചാർട്ട് പേപ്പർ തരൂ. ഗെറ്റ് മീ എ ചാർട്ട് പേപ്പർ, നമുക്ക് ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചാർട്ട് പേപ്പർ, എനിക്കൊരു ചാർട്ട് പേപ്പർ തരൂ. ഗെറ്റ് മീ എ ചാർട്ട് പേപ്പർ.